മനുഷ്യനവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. നന്ദികേടല്ലേ വൈദീശയിലോട് നേരക്കല്. അമ്പലക്കടവ് പൈസ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? ചെയ്യണമെങ്കിൽ ചെയ്യാതെ. എന്നിട്ടും നിങ്ങൾ അല്ലാത്തവരോട് പ്രാർത്ഥിച്ചില്ലേ? നിങ്ങൾ ദ്വയരുന്നില്ലേ? നിങ്ങളുടെ പ്രാർത്ഥന കാണിച്ചില്ലേ? ഇത് കള്ളത്തരമാണോ? ഇത് കൃത്രിമത്വമാണോ മനുഷ്യ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അന്നബി സയ്യിദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. ഒരു തെറ്റ് കണ്ടാ കൈകൊണ്ട് തടുക്കണം. വല്യമ്മ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ ഞാൻ എന്റെ വല്യമ്മനെ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിലൊരു വിരുന്നുകാര് വന്നപ്പോ വല്യമ്മാനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ശിർക്കിലായിരുന്നു, ഇന്ന് തൗഹീദിലാണ്. പടച്ചവനേ, നോക്ക് നിങ്ങൾ, മഹാനായ അബൂഹുറൈറ ഉമ്മ മുശ്രിക്കത്തായിരുന്നു. ഉമ്മാനോടെന്നും പറയും, കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി, നബിയേ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് എന്റെ ഉമ്മ നിങ്ങളെ ചീത്ത പറഞ്ഞു, നബിയേ എന്റെ ഉമ്മ ശിർക്കിലാണെന്ന് പ്രാർത്ഥിക്കണേ. നമ്മുടെ കുടുംബത്തിൽ ഈ വള്ളിയോത്ത് എത്രയോ ആളുകൾ CM മക്കാമിൽ പോകുന്നുണ്ട്, അതുപോലെ മുക്കത്ത് പോകുന്നുണ്ട്. അവരെ കുറിച്ച് ഓർക്കുമ്പോ ചിരിക്കുകയല്ലേ? നിങ്ങൾ കുറച്ചേ ചിരിക്കുള്ളൂ. ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ആരാണ് ഈ നബി? ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത. നോക്ക്, അബൂ സുഫിയാൻ നേഗസ് രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് പറയുന്നു, മനുഷ്യ ഇയാള് കള്ളം പറഞ്ഞിട്ടില്ല. നബിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അന്ന്. ഇന്ന് റളിയല്ലാഹു അൻഹു അബൂജാഹിൽ പറഞ്ഞു, നിന്നെ കളവാക്കുന്നില്ല. ആ നബിയുടെ 9 ഭാര്യമാരും പറഞ്ഞു, നബിയേ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത നേതാവ്, ഞങ്ങളുടെ നേതാവ്. അങ്ങനെയുള്ള ആ റസൂലുള്ള പറയുകയാണ്, ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കുകയില്ല. ആര് നിങ്ങളോട് നുണ പറഞ്ഞാലും ഞാൻ നിങ്ങളോട് നുണ പറയില്ല. അങ്ങനെയുള്ള നബി കള്ളം പറഞ്ഞതല്ല. അന്നാറു ഹഖുൻ അൽ ജന്നതു ഹഖുൻ. നമ്മുടെ യുവതലമുറ, നമ്മുടെ മക്കളെ കള്ളുകുടിക്കുന്നുവല്ലേ? ആ കള്ളുകുടി നമ്മൾ ന്യായീകരിക്കുന്നുവല്ലേ? കള്ളുകുടിക്കെതിരെ ശബ്ദിച്ചവനെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിപ്പിക്കുന്ന ലോകമേ, നിങ്ങളുടെ അവസ്ഥ എന്താണ്? തെറ്റിനെ എതിർക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്, ഇത് ഞങ്ങളുടെ ബാധ്യതയാണ്. ആ ബാധ്യതയാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. വലഅല്ലക്കും യത്തഖൂൻ, നിങ്ങൾക്ക് മുത്തക്കികളാകാം. ഇനി 2 ആയത്ത് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ശിർക്ക് വന്നാൽ സ്വർഗത്തിലെത്തുവോ? ഹജ്ജ് സ്വീകരിക്കോ? ദാനധർമ്മങ്ങൾ സ്വീകരിക്കോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്താ അല്ലാഹു പറയുന്നത്? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. 39-ാം അധ്യായം 65-ാമത്തെ വാചകമാണ്. പ്രവാചകരെ, താങ്കളോട് മാത്രമല്ല, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സകല പ്രവാചകന്മാരോടും നാം പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. അങ്ങനെ ചേർത്താലോ സകല അമലുകളും പൊളിഞ്ഞു പോകും. നരകത്തിൽ നിത്യവാസിയായിരിക്കും. പിന്നെ ഹജ്ജില്ല. അതുകൊണ്ട് ഹജ്ജിന് പോകാൻ അടുത്ത വർഷം കേരള സർക്കാരിന് പട്ടിക കൊടുത്തവരോട് ഇപ്പോഴേ പറയട്ടെ, ഹജ്ജിന് പോകുന്നവരിൽ മുശ്രിക്കുണ്ട് എന്നാണ്. സത്യമാണ്. കാസിമി അത് തുറന്നു പറയുന്നുണ്ട്. ആ ക്ലിപ്പിങ്ങിന് ഇവിടെ സമയമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഇവിടെ ആലോചിക്കുക. സകല അമലുകളും ഒരു നല്ല ചെമ്പ് നിറയെ നല്ല ബിരിയാണി ഉണ്ടാക്കി വെച്ചോ, മണ്ണെണ്ണ വിളക്കതിലേക്ക് തട്ടിപ്പോയി, ആ ചോറ് പിന്നെ സ്വീകരിക്കപ്പെടുമോ? അല്ലാഹു പറയുകയാണില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് അമല് ചെയ്താലും ശിർക്ക് ചെയ്യാതെ ജാഗ്രത പുലർത്തണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ, ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോ പോലും അവരോടുള്ള സ്നേഹമല്ലാതെ എല്ലാ മുജാഹിദുകളുടേത് അതാ. എനിക്ക് എന്നെ പറ്റിയല്ലേ പറയാൻ പറ്റുള്ളൂ. അതാണ്. രാവും പകലും പ്രസംഗിക്കുന്ന എന്തിനാണ് ആളുകൾ പിണക്കുണ്ടാവും, ഭാര്യ കുടുംബം ഒക്കെ. പക്ഷേ അറിയുക മനുഷ്യരെ, മരണാനന്തര ജീവിതം സത്യമാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു കൽബും വിഭാവനം ചെയ്തിട്ടില്ലാത്തതുമായ സ്വർഗത്തിന് വേണ്ടി പരിവർത്തിത ജീവിതത്തിന്റെ പ്രഖ്യാപനവുമായി
വള്ളിയൂത്തുന്ന എന്റെ സലഫി പ്രവർത്തകരെ, നെഞ്ചകത്തേറ്റുക ഈ ആദർശത്തെ. ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഇന്നല്ലാഹ, പടച്ച തമ്പുരാൻ പറയുക, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഇന്ത്യയുടെ പാർലമെന്റ്, എന്താ അങ്ങനെ പറയാൻ? ഇന്ത്യയുടെ പാർലമെന്റ് നിർമ്മാണം പൂർത്തിയായി. ആ പാർലമെന്റിന്റെ കവാടത്തിൽ ഒരു വചനം എഴുതി വെക്കണം. ആളുകൾ വേദഗ്രന്ഥങ്ങൾ കൊണ്ടുവരപ്പെട്ടു. അവിടെ എഴുതണം എന്ന കാര്യം എന്തെഴുതണം? ബൈബിള് പരിശോധിച്ചോ, തൽമൂദ് പരിശോധിച്ചോ, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം ഇതൊക്കെ പരീക്ഷിച്ചോ, ഖുർആനും പരീക്ഷിച്ചോ. എല്ലാവരും കൂടി തീരുമാനിച്ചോ, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമുമുള്ള ഈ ജനാധിപത്യ രാജ്യയിൽ തീരുമാനിച്ചോ ഖുർആനിന്റെ വചനമാകാം. ഖുർആനിലെ 13 നിങ്ങൾക്കറിയുമോ? ഇന്ത്യൻ പാർലമെന്റിൽ ഈ ഗ്രന്ഥത്തിന്റെ വചനം അമുസ്ലിങ്ങളുടെ സപ്പോർട്ടോടെ എഴുതി വെച്ചു. നമ്മുടെ മുസ്ലിയാക്കന്മാർ പറയുന്ന ഖുർആൻ പഠിക്കണ്ടാന്നാ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത ഒരു ജനതയും അല്ലാഹു പരിവർത്തിപ്പിക്കുകയില്ല. അതുകൊണ്ട് സ്വയം മാറണേ. ഈ പ്രസംഗം നിങ്ങൾക്ക് വെളിച്ചമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരുമ്പോ ഞാൻ എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു, ഇത് അഹങ്കാരത്തിന്റെ വേദിയല്ല, ഇത് വാക്കേറ്റത്തിന്റെ വേദിയല്ല, ഇത് തകർക്കലിന്റെ വേദിയല്ല, ഇത് സത്യത്തിന്റെ പ്രകാശമാണ്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. അതായി തീരട്ടെ ഈ സംരംഭം. ആദ്യം ഓതി വെച്ച ആയത്തുണ്ടല്ലോ, ഞാൻ അതിന്റെ അർത്ഥം പറയാതെ പോയാൽ ഒരുപക്ഷെ അത് കട്ടുകളഞ്ഞു എന്ന് പറഞ്ഞേക്കാം. എന്താണ് ആയത്ത്? الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. എന്താ അല്ലാഹു പറയുന്നത്? വിശ്വസിക്കുകയും മുഅ്മിനുകളാവുകയും ആ ഈമാനിൽ ദുൽമ് കലർത്താതിരിക്കുകയും ചെയ്തവരാരോ നിർഭയരായിട്ട് അവർ സ്വർഗ്ഗത്ത് പോകും. അപ്പൊ ഈമാനിന് ശേഷം ദുൽമ് കലർന്നാലോ? അല്ലാഹു പറയുകയാണ്, എന്താ പറയുന്നത്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. 12:106. അധിക മനുഷ്യരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ശിർക്കോട് കൂടിയുള്ള വിശ്വാസമാണ്. ഈ രണ്ടായത്തുകൾ ഇവിടെ പൂരിപ്പിക്കപ്പെടട്ടെ. അല്ലാഹുവേ, ഇതൊരു നന്മയായി നീ സ്വീകരിക്കണമേ. പടച്ച തമ്പുരാനെ, സത്യത്തിന്റെ വാചകം ഇവിടെ കേൾപ്പിച്ചു കഴിഞ്ഞു നാഥാ. അല്ലാഹും മിശ്ഹദ്, അല്ലാഹും മിശ്ഹദ്, അല്ലാഹും മിശ്ഹദ്. നീ ഇതിന് സാക്ഷിയാണ് റബ്ബേ. ഇവരെയൊക്കെ മഹ്ശറയിൽ കൊണ്ടുവരുമ്പോ ഈ ഉത്തരവാദിത്തം എന്റെ പരമാവധി എല്ലാ വിധത്തിലും ഞാൻ ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നാഥാ. പടച്ചവനെ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. വള്ളിയോത്ത മുസ്ലിമീങ്ങൾക്ക് ഖുർആനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് ഇതാണ് സത്യമെങ്കിൽ ഒന്നിച്ചു പോയിക്കൂടെ എന്ന് ചോദിക്കുന്ന നല്ലൊരു സൂര്യോദയം നീ നൽകണമേ. അതുകൊണ്ട് പടച്ചവനെ, നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. പുരോഹിതന്മാരുടെ കരാളാസ്തങ്ങളിൽ പെട്ടുപോയ പാവം SSF-കാരെയും SKSSF-കാരെയും SBS-കാരെയും SYS-കാരെയും നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. അവർ സാധുക്കളാണ് റബ്ബേ. ഇത് നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ മുസ്ലിയാക്കന്മാരെ കൂടെ പോണത് റബ്ബേ. അതുകൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.